ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരരെ, ഇന്ന് ഈശോ നമ്മോട് സംസാരിക്കുന്ന സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അതിൽ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഈ വചനത്തിലൂടെ യോഹന്നാൻ ദൈവപുത്രനായ ഈശോയുടെ അടിസ്ഥാന ഭാവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത്, നമ്മുടെ ദൈവം നമ്മളെ ശിക്ഷിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ദൈവമല്ല, മറിച്ച് നമ്മളെ രക്ഷിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ദൈവമാണ്. മനുഷ്യരായ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചാൽ എങ്ങനെ ഈ തെറ്റിന് ഇവനെ അല്ലെങ്കിൽ ഇവളെ എങ്ങനെ ശിക്ഷിക്കാമെന്നല്ല നമ്മുടെ ഈശോ ചിന്തിക്കുന്നത്. മറിച്ച് ഇവൻ അല്ലെങ്കിൽ ഇവൾ ആ തെറ്റിന് എന്നോട് കരുണ ചോദിച്ചാൽ ആവോളം കരുണ കൊടുക്കാമല്ലോ എന്നാണ് അവിടുന്ന് ചിന്തിക്കുക. ഈശോയുടെ പക്കൽ കരുണ യാചിച്ച ആരെയും അവിടുന്ന് നിരാശരാക്കിയിട്ടില്ല എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. കരുണ തോന്നണമേ എന്ന പ്രാർത്ഥനയ്ക്ക് ഈശോയെ പിടിച്ചു നിർത്താൻ മാത്രം ശക്തിയുണ്ട്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഈശോയുടെ പക്കലേക്ക് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ആവോളം കരുണ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.